കന്യാകുമാരിയിൽ നിന്ന് ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, കന്യാകുമാരി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ കുട്ടി അവിടെ എത്തിയിരിക്കാമെന്നുള്ള ധാരണയിൽ വിപുലമായ പരിശോധനകളിലേക്ക് കടന്നത്. പക്ഷേ ഇതുവരെയും ഒരു തുമ്പും ലഭ്യമായിട്ടില്ല, ഒരു CCTVയിലും ഈ കുട്ടി പതിഞ്ഞിട്ടില്ല എന്നാണോ? തീർച്ചയായിട്ടും വീണ, ഇത്തരത്തിൽ തന്നെയാണ് കുട്ടി ഓരോ CCTV ദൃശ്യങ്ങളിലും കുട്ടി ഇറങ്ങുന്നതും കുട്ടി ഇത്തരത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നതും റെയിൽവേ സ്റ്റേഷന് പുറത്തിറങ്ങുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടില്ല എന്ന് തന്നെയുള്ള വിവരമാണ് ഏറ്റവും പുതുതായിട്ട് പുറത്തു വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കുട്ടി പാഠശാലയ്ക്കും കന്യാകുമാരിക്കും ഇടയിൽ വെച്ച് എവിടെയോ വെച്ച് മിസ്സായി പോയിട്ടുണ്ട്, അല്ലെങ്കിൽ എവിടെയോ പെട്ടു കുട്ടി ട്രെയിനിൽ നിന്ന് ഇറക്കുകയോ അല്ലെങ്കിൽ കുട്ടീനെ ആരെങ്കിലും സ്വാധീനിച്ച് ഇറക്കുകയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഏത് സ്റ്റേഷനാണെന്നാണ് കണ്ടെത്തേണ്ടത്. പ്രധാനമായിട്ടും പാഠശാലയ്ക്കും കന്യാകുമാരിക്കും ഇടയിൽ വരുന്നത് എറണിയലും അതോടൊപ്പം തന്നെ നാഗർകോവിൽ സ്റ്റേഷനുമാണ്. എറണിയലിൽ നിന്ന് കുട്ടി ഇറങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് സ്ഥിരീകരിക്കുന്നത്. കാരണം അവിടെ നിന്നും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. പിന്നീട് നാഗർകോവിലാണ്. നാഗർകോവിലിൽ നിന്നും പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിലേക്കൊക്കെ ബസ് സർവീസുകളും ട്രെയിൻ സർവീസുകളൊക്കെ ഉള്ളതാണ് നാഗർകോവിൽ സ്റ്റേഷൻ. അപ്പോൾ ഈ രണ്ട് സ്റ്റേഷനും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ്. അതിനും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കുട്ടി പാഠശാലയ്ക്ക് ശേഷം കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുട്ടി ജനറൽ കമ്പാർട്ട്മെന്റിലായിരുന്നോ കുട്ടി കയറിയത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു സ്ഥിരത വരുത്തേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, തിരുവനന്തപുരം കഴിഞ്ഞു കഴിഞ്ഞാൽ, പ്രധാനമായിട്ടും ഐലൻഡ് എക്സ്പ്രസ് തിരുവനന്തപുരം കഴിഞ്ഞു കഴിഞ്ഞാൽ അൺറിസർവ്ഡ് മാത്രമല്ല ആളുകൾ കയറുന്നത്, റിസർവ്ഡ് കോച്ചിലും ആളുകൾ കയറാറുണ്ട്. കാരണം പിന്നീട് അവിടെ ഒരു അഞ്ച് സ്റ്റോപ്പ് മാത്രമേ കന്യാകുമാരിയിലോട്ടുള്ളൂ. അപ്പോൾ ആളുകൾ അങ്ങനെ അൺറിസർവ്ഡ് ആണോ അല്ലെങ്കിൽ റിസർവ്ഡ് ആണോ എന്ന് നോക്കാറില്ല. കിട്ടുന്ന സ്ഥലത്തൊക്കെ കയറി ഇരിക്കുന്ന ഒരു പ്രവണതയാണ് തിരുവനന്തപുരം കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാറുള്ള ഒരു പതിവ് രീതി എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടി ഇത്തരത്തിൽ കയറുന്ന സമയത്ത് കുട്ടി ഈ ബബിത ഇറങ്ങിയതിന് ശേഷം ഈ ട്രെയിനിൽ ആളുകൾ ഉണ്ടായിരുന്നു. ആ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, വളരെ തിരക്കില്ലാത്ത, അല്ലെങ്കിൽ ആ കുട്ടി ഇരുന്ന കമ്പാർട്ട്മെന്റ് ഒട്ടും തിരക്കില്ലാത്തൊരു കമ്പാർട്ട്മെന്റ് തന്നെയായിരുന്നു. അപ്പോൾ ബബിത ഇറങ്ങിയതിന് ശേഷം കുട്ടി ഇരുന്ന കമ്പാർട്ട്മെന്റിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുട്ടി എങ്ങോട്ട് ഇറങ്ങി എന്നൊരു ഒരു പ്രശ്നം അവിടെ മുന്നിൽ കാണുന്നുണ്ട്. നിലവിലിപ്പോൾ കന്യാകുമാരിയിലെ PR റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ റൂമിലെ CCTV റൂമിൽ നിന്നും ശേഖരിച്ച ദൃശ്യങ്ങളിൽ കുട്ടി ഇറങ്ങുന്നതായിട്ടും കുട്ടി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നതായിട്ടും കുട്ടി പുറത്തു പോകുന്നതായിട്ടുമുള്ള ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടില്ല. പോർട്ടിയാടിലെയും CCTV ദൃശ്യങ്ങൾ ഇത്തരത്തിൽ കുട്ടി ഇറങ്ങുന്നതായിട്ടുള്ള ദൃശ്യങ്ങൾ പകർന്നിട്ടില്ല. പിന്നീടുള്ളത് ഓട്ടോക്കാരൻ്റെ മൊഴിയാണ്. ഓട്ടോക്കാരൻ്റെ മൊഴി നിലവിൽ വിശ്വസനീയമാണോ എന്നുള്ളൊരു കാര്യത്തിൽ പോലീസിന് സംശയം നിലനിൽക്കുന്നുണ്ട്. ആ ഒരു മൊഴിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. രാവിലെ മുതൽ ഓട്ടോക്കാരൻ്റെ മൊഴി കേന്ദ്രീകരിച്ചുകൊണ്ട് ബീച്ചിലും സൺവ്യൂ പോയിന്റിലും അതോടൊപ്പം തന്നെ ഈ സ്റ്റഡി സെന്ററിലും ഒക്കെ, കത്തോലിക് സ്റ്റഡി സെന്ററിലും ഒക്കെ അന്വേഷിച്ചിരുന്നു. അതോടൊപ്പം തന്നെ കന്യാകുമാരി ക്ഷേത്ര പരിഷത്തും അതോടൊപ്പം തന്നെ വിവേകാനന്ദ പാറയുമായി ബന്ധപ്പെട്ടുന്ന ബീച്ച് മേഖലകളിലൊക്കെ അന്വേഷണം നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താനായിട്ടില്ല. നമ്മൾ ഏതാണ്ടൊരു 6 മണിയോടുകൂടി പോലീസ്, 6:30 മണി 7 മണിയോടുകൂടി പോലീസ് ഇവിടെ എത്തിയിരുന്നു. പക്ഷേ ആ എത്തിയ സമയം മുതൽ ഇവിടെ അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ കുട്ടിയെ കണ്ടോ, ഈ കുട്ടിയിൽ കണ്ടവരുണ്ടോ എന്ന് കുട്ടിയുടെ ഫോട്ടോ കാണിച്ച് അന്വേഷണം നടത്തുന്നവരുണ്ട്. അപ്പോൾ അന്വേഷണം നടത്തി വരുന്നുണ്ട്. പക്ഷെ അതിൽ അങ്ങ് ആരും കണ്ടവരില്ല. അപ്പോൾ കുട്ടി പിന്നീട് എങ്ങോട്ട് പോയി? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ CCTV ദൃശ്യങ്ങളുമില്ല, കുട്ടീനെ ഇവിടെ ആരും കണ്ടവരില്ല, ഓട്ടോക്കാരൻ്റെ മൊഴി വിശ്വസനീയമല്ല. അങ്ങനെയാണെങ്കിൽ കുട്ടി പാഠശാലയ്ക്കും കന്യാകുമാരിക്കും ഇടയിൽ വെച്ച് ഏത് സ്റ്റേഷനിലാണ് ഇറങ്ങിയത് എന്നതൊരു പ്രധാന ചോദ്യമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ചെന്നൈ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം കുട്ടി ചെന്നൈയിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണെന്നാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ വിശദീകരണം ലഭിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ കുട്ടിയെ തിരയേണ്ടത് ഒരുപക്ഷെ പാഠശാലയ്ക്കും അതോടൊപ്പം തന്നെ കന്യാകുമാരിക്കും ഇടയ്ക്കുള്ള മേഖലകളാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ ഇവിടെ എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. 5 പോലീസ് ഉദ്യോഗസ്ഥരാണ് കന്യാകുമാരിയിലെ കുട്ടിക്ക് വേണ്ടി തിരയുന്നത്. ഈ ലോഡ്ജുകളിലും അതോടൊപ്പം തന്നെ അതുപോലെ ബീച്ച് വരുന്ന പ്രദേശങ്ങളിലൊക്കെ തിരയേണ്ടതായിട്ടുണ്ട്. കന്യാകുമാരി പ്രദേശം നേരത്തെ ആ പോലീസുകാരൻ പ്രതികരിച്ചതുപോലെ അത്ര സുരക്ഷിതമായിട്ടുള്ളൊരു പ്രദേശമല്ല എന്ന് തന്നെയാണ് ഇവിടുത്തെ ഈ റെയിൽവേ സ്റ്റേഷനിലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഒരുപാട് സ്ഥലത്ത് നിന്ന് ആളുകൾ വരുന്നുണ്ട്. ഈ 5 മണിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വൈകുന്നേരം 6 മണി സൺസെറ്റൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബീച്ചിനൊരു, അല്ലെങ്കിൽ ഈ കന്യാകുമാരിക്കൊരു മറുവശമുണ്ട്.
മറുവശം വളരെ മോശമായിട്ടുള്ള തന്നെയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവരും പറയുന്നത്. അപ്പോൾ ഈ കുട്ടിക്ക് എന്ത് സംഭവിച്ചു, അങ്ങനെ കുട്ടി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഉടനെ ഈ കുട്ടിയെ ഇതിനോടകം തന്നെ കണ്ടെത്താനായിട്ടുള്ള സാധ്യതകളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ കുട്ടി കന്യാകുമാരിയിലേക്ക് എത്താനുള്ള സാധ്യത കുറഞ്ഞു വരികയാണ്. അല്ലെങ്കിൽ ആ സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്ന തെളിവുകളൊക്കെ കുറഞ്ഞു വരികയാണ്. കാരണം ഇതുവരെയായിട്ട് നിലവിൽ പോലീസിന്റെ പക്കൽ 2 CCTV ദൃശ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് കുട്ടി ഇന്നലെ കാണാതായിട്ടുള്ള ദിവസത്തെ 2 CCTV ദൃശ്യങ്ങൾ, മറ്റു CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടില്ല. നിലവിൽ കന്യാകുമാരിയിൽ നിന്നും ഇതുവരെ ശേഖരിച്ച CCTV ദൃശ്യങ്ങളിൽ RPFന്റെ CCTV ദൃശ്യങ്ങളിൽ കുട്ടി വരുന്നതോ പോകുന്നതുമായ ദൃശ്യങ്ങളില്ല. പിന്നീട് പോട്ടിയാടിന്റെ ഭാഗത്താണ്. അവിടെയും നിലവിൽ അതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടില്ല. പിന്നീടുള്ളത് പുറത്തെ കടകളിൽ എന്ന് പറയുമ്പോൾ ചെറിയ കടകളിലല്ല, വലിയ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചുള്ള മേഖലകളിലുള്ള CCTV ദൃശ്യങ്ങൾ ശേഖരിക്കണം. അത് പ്രായോഗികമല്ല. കാരണം ഈ കന്യാകുമാരി എന്ന് പറയുന്നത് വലിയ ഒരു വിനോദസഞ്ചാര മേഖല തന്നെയാണ്. അപ്പോൾ അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ ശേഖരിക്കുക എന്നത് എത്രത്തോളമാണ് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും നിലവിലിപ്പോൾ ഇവിടുത്തെ അന്വേഷണം ഏത് തരത്തിലാണ് എന്നുള്ള കാര്യത്തിൽ ചെറിയ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇനി അറിയേണ്ട ഒരു കാര്യം കൂടി, തമിഴ്നാട് പോലീസ് എത്രത്തോളം ഈ കേസുമായി സഹകരിക്കുന്നുണ്ട്? RPFന്റെ സഹായം എത്രത്തോളം തേടിയിട്ടുണ്ട്? നിലവിൽ RPFന്റെ സഹായം എന്ന് പറയുന്നത് CCTVയിലെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലേക്കാണ്. CCTV RPFന്റെ സഹായം എന്ന് പറയുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടി വന്ന് ഇറങ്ങിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിൽ കുട്ടികൾ എവിടെയെങ്കിലും നിൽക്കുന്നതായി കണ്ടിട്ടുണ്ടോ തുടങ്ങിയ വിവരങ്ങൾ മാത്രമാണ് പോലീസിന് കൈമാറിയിട്ടുള്ളത്. പോലീസ് തിരിച്ചും കുട്ടിയുടെ വിവരങ്ങളും കുട്ടിയുടെ ചിത്രങ്ങളും മറ്റും RPFന് കൈമാറിയിട്ടുണ്ട്. ഇനി കുട്ടി ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിലോ അല്ലെങ്കിൽ സമാനമായ രീതിയിൽ കുട്ടീനെ ഉണ്ടെങ്കിലോ പോലീസിനെ അടിയന്തരമായിട്ട് അറിയിക്കണമെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. RPFന്റെ സഹായം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതായിരുന്നു. പാലക്കാട് വലിയ ക്രിയാത്മകമായി തന്നെ RPF ക്രിയാത്മകമായി തന്നെ ജോലി ചെയ്തു. അത്തരത്തിൽ സംശയം തോന്നിക്കുന്ന രീതിയിൽ ഒരു കുട്ടിയെ കണ്ടിട്ടുണ്ട് എന്ന തരത്തിലുള്ളൊരു സൂചന തന്നെയാണ് നൽകിയിട്ടുണ്ടായത്. എന്തായാലും നിലവിലിപ്പോൾ ഈ RPFന്റെ നേതൃത്വത്തിലുള്ള CCTVയുടെ ദൃശ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ കന്യാകുമാരിയിൽ നിന്ന് പരിശോധിക്കുന്നത്. വരും മണിക്കൂറുകളിൽ കന്യാകുമാരിയിൽ നിന്ന് നാഗർകോവിലേക്ക് ടീം പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. കാരണം കുട്ടി ഇങ്ങോട്ടേക്ക് എത്താനുള്ള സാധ്യതകൾ, കുട്ടി കന്യാകുമാരിയിൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്ന സാധ്യതകൾ കുറഞ്ഞു വരികയാണ്. കൂടുതൽ സാധ്യത ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാഗർകോവിൽ പോലുള്ള സ്റ്റേഷനുകളായിരിക്കാം. അതുകൊണ്ട് അങ്ങോട്ടേക്ക് ഒരു പക്ഷേ ഈ അന്വേഷണം CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം മാറ്റിയേക്കും. എന്തായാലും ബീച്ചും അതോടൊപ്പം തന്നെ മറ്റു മേഖലകളും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം പൂർത്തിയായി. ഈ മേഖലകളിലൊന്നും കുട്ടി ഇല്ല എന്നൊരു കൺക്ലൂഷനിലേക്കാണ് പോലീസ് എത്തിച്ചേർന്നിട്ടുള്ളത്. വീണ.